السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم. صدق الله العلي العظيم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ വിധികർത്താക്കൾ, ഉസ്താദന്മാർ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഖുർആൻ മാനവികതയുടെ പ്രായോഗിക ദർശനമാണ് എന്നതാണ്. പ്രിയമുള്ളവരെ, മാനവ മഹിമകൾ മണിമുകുടമണിയുന്ന മനസ്സിൻ്റെ കലവറകളിൽ മരതകമത കനക കലകളുടെ കലവറയായപ്പോൾ മനസ്സിൻ്റെ തരുണികൾക്ക് അതിരിട്ട് കളിയാടാൻ കളമൊരുക്കി കൊടുത്ത കാരുണ്യത്തിൻ്റെ കേദാരമായ താജുദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതീർണമായ മാനവികതയുടെ പ്രായോഗിക ദർശനമായ ഖുർആൻ മുഴുവൻ മാനവരാശിയുടെയും മാർഗദർശനമാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമാക്കിയത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. നിശ്ചയം ഈ ഖുർആൻ ശരിയായ മാർഗത്തിലേക്കാണ് വഴി കാണിക്കുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ യാത്രയിൽ ഏറ്റവും ശരിയായി വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഇരുൾമുറ്റിയ രാത്രിയിലെ ഒരു യാത്രക്കാരൻ്റെ കയ്യിലെ പ്രകാശം ലക്ഷ്യസ്ഥാനത്തെത്താൻ എത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് നാം ഓരോരുത്തർക്കും അറിയാമല്ലോ. ആ പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ. ആ യാത്രയിലെ ഇരുളിൻ്റെ ഭയത്തെയും അടിച്ചു വീശുന്ന കാറ്റിനെയും കോരിച്ചെരിയുന്ന മഴയെയും മറ്റ് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ ആ പ്രകാശം കരുത്തു പകരുന്നത് പോലെ ഖുർആൻ മാനവരാശിയെ മുഴുവൻ വിജയതീരത്തേക്ക് അണിയിക്കാൻ സഹായകമാകുന്നു. എക്കാലത്തുമുള്ള മനുഷ്യർക്ക് വിജയം കരതകമാകാനുള്ള ജീവിത പാഠങ്ങളും പദ്ധതികളുമാണ് ആ വിശുദ്ധ ഖുർആനിലൂടെയുള്ളത്. വീടിൻ്റെ ചില്ലലമാരകളിലോ മ്യൂസിയത്തിൻ്റെ സ്ഫടിക കൂടുകളിലോ സൂക്ഷിക്കപ്പെടേണ്ട പുരാവസ്തുവല്ല ഖുർആൻ, മറിച്ച് നിരന്തരം വായിക്കപ്പെടുകയും അതിനനുസൃതമാവിധം ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ട 100% പ്രായോഗികമായ വചനങ്ങളാൽ സമഗ്രമായതാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്തും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാത്തതും. കേവലം ഒരു കഥയോ കവിതയോ നോവലോ ചരിത്രമോ നാടകമോ ഐതിഹ്യമോ ആയിരുന്നുവെങ്കിൽ നൂറ്റാണ്ടുകളുടെ വെല്ലുവിളികളെ അതിജീവിക്കാനാവാതെ കാലഘട്ടങ്ങളുടെ ഒഴുക്കൽപ്പെട്ട് പിച്ച് ചീന്തപ്പെടുമായിരുന്നു. പ്രിയമുള്ളവരെ, ഖുർആനിനെ പഠന വിധേയമാക്കിയാൽ മാനവികതയുടെ പ്രായോഗിക ദർശനമാണ് എന്നതിന് ധാരാളം കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഒന്നാമതായി ഖുർആനിൻ്റെ അവതരണമാണ്. മറ്റു പല വേദഗ്രന്ഥങ്ങളെ പോലെ ഖുർആൻ ഒരൊറ്റ തവണയായിരുന്നില്ല അത് അവതരിപ്പിച്ചത്, മറിച്ച് 23 വർഷങ്ങൾ കൊണ്ടാണ് ഖുർആൻ അവതീർണമായത്. ഈ 2.5 പതിറ്റാണ്ട് കാലത്തെ ആവശ്യങ്ങളുടെ പൂർത്തീകരണമായും അവസരങ്ങളുടെ തേട്ടമായും പ്രശ്നങ്ങളുടെ പരിഹാരമായും ഖുർആനിൻ്റെ അവതരണം പൂർത്തിയായപ്പോൾ അതിലെ മുഴുവൻ ആയത്തുകളും പ്രായോഗികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. രണ്ടാമതായി, ഒരു മാതൃകാ സമൂഹം നിലവിൽ വന്നു. ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ വളരെയധികം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആദരവായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ഉൾപ്പെടുന്ന ആ മാതൃകാ സമൂഹം എക്കാലത്തും ഖുർആൻ വാഹകരുടെ പിൻബലവും ഊർജവും തന്നെയാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന നബി തങ്ങളുടെ പ്രിയപത്നി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മറുപടി ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. മൂന്നാമതായി, ഖുർആൻ മനുഷ്യരെ ആദരിക്കുന്നു. വലഖദ് കറംനാ ബനി ആദം, നിശ്ചയം ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, നാം അവർക്ക് കടലിലും കരയിലും വാഹന സൗകര്യങ്ങൾ നൽകി. വറസഖ്നാഹും മിനത് തയ്യിബാത്ത്, നാം അവർക്ക് വിശിഷ്ട വസ്തുക്കളിൽ നിന്നും ഉപജീവന മാർഗങ്ങൾ നൽകി. ജാതി മത വർഗ വർണ്ണ ദേശഭാഷ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഖുർആനിൻ്റെ ഈ ആദരവ് അതിൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കാൻ ജനസഞ്ചയങ്ങൾക്ക് പ്രേരണ നൽകുന്നുമുണ്ട്. നാലാമതായി, ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ വളരെ ലളിതമാണ്. അത് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളതാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിമുട്ടിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന ആയത്ത് ഇതിന് ഏറ്റവും വലിയ തെളിവാണ്. ഖുർആൻ മനുഷ്യർക്ക് അമൽ ചെയ്യാൻ സാധിക്കുന്ന ദർശനമാണ് എന്നതിൻ്റെ 5ാമത്തെ കാരണം, അത് ശുദ്ധ പ്രകൃതിയെ അംഗീകരിക്കുന്നു. ശുദ്ധ പ്രകൃതിയുള്ള മനുഷ്യരെല്ലാം അംഗീകരിക്കുന്ന നന്മകളെ നന്മകളായും തിന്മകളെ തിന്മകളായും ഖുർആൻ പഠിപ്പിച്ചു.
നന്മ നിറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പുറമെ മനുഷ്യരെല്ലാം തന്നെ സ്നേഹിക്കുന്ന സത്യവും നീതിയും ലജ്ജയും വിട്ടുവീഴ്ചയും ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതേസമയം അസത്യവും നീതിയും നിദ്രതയും ചിരതയുമെല്ലാം ഖുർആൻ നിരുത്സാഹപ്പെടുത്തുന്നുമുണ്ട്. മദ്യവും മയക്കുമരുന്നും പുകവലിയും കൊള്ളയും കൊലയുമെല്ലാം നിഷിദ്ധമാകുന്നത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് മാനവരാശി മുഴുവനായിട്ടാണ്. എല്ലാ ഭരണകൂടവും അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ആറാമതായി ഖുർആനിന്റെ പഠനവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നു. ചിന്തയും വികാസവും മനുഷ്യ ജീവിതത്തിന്റെ പ്രകൃതി ഗുണങ്ങളാണ്. നിരന്തരം ചിന്തിക്കാനുള്ള ആഹ്വാനങ്ങളിലൂടെ ഖുർആൻ അതിനെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അജ്ഞതയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മറ്റു മുരട്ടുവാദങ്ങളും പരിശുദ്ധമായ ഖുർആൻ ശക്തിയുക്തം എതിർക്കുകയാണ് ചെയ്യുന്നത്. ഏഴാമതായി ഖുർആൻ സത്യമാണ്. മിഥ്യകൾക്ക് അതിൽ ഒരു സ്ഥാനവുമില്ല, മാറ്റങ്ങൾക്ക് ഇത് വിധേയമാവുകയുമില്ല. കാലങ്ങൾക്കിപ്പുറവും അതിൻ്റെ വരിക്കോ വരയ്ക്കോ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ ഇന്നും ഖുർആൻ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ പിഴച്ചു പോകുകയില്ല എന്ന ഉറപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. വഇന്നഹു ലകിതാബുൻ അസീസ്, നിശ്ചയം ഇത് പ്രതാപകരമായ ഒരു വേദഗ്രന്ഥമാണ്. ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരു അസത്യം വന്നെത്തുകയില്ല. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, യുക്തിമാനും സ്തുതിക്കർഹനുമായ ഒരുവന്റെ അടുക്കൽ നിന്നാണ് ഈ ഗ്രന്ഥം അവതീർണമായത്. പ്രിയമുള്ളവരെ, ഭൗതികാസക്തിയുടെ നിലയില്ല കയത്തിൽ മുങ്ങി താഴ്ന്നു കൊണ്ടിരിക്കുന്ന ഈ മാനവകുലത്തിന്റെ സുരക്ഷ ഹുദല്ലിന്നാസ് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ആയതിനാൽ അനശ്വരമായ അള്ളാഹുവിൻ്റെ അവചനത്തെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മാലോകർക്ക് എത്തിക്കാനും നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.